ഹായ് ഗായ്സ്, ദിസ് ഇസ് മീ ഷാഹിദ്. വെൽക്കം ബാക്ക് ടു ഷാഹിദി സെൻ റിവ്യൂസ്. ഓക്കെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റൈഹാൻ്റെ ലയൺ എന്നൊരു പെർഫ്യൂമാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ JPG അൾട്രാ മെയിലിൻ്റെ ഫ്രാഗ്രൻസ് നോക്കി നടക്കുന്നവരാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ട് ഇത് ബെസ്റ്റ് വൺ ആയിട്ട് തോന്നിയതാണ് റൈഹാൻ്റെ ലയൺ. അപ്പോൾ നിങ്ങൾ പറയും അഫ്നാൻ്റെ 9 PM. ഓക്കെ, അഫ്നാൻ്റെ 9 PM ഉണ്ട്. ഇത് രണ്ടും ഞാൻ സ്മെല്ല് ചെയ്ത സമയത്ത്, ഞാൻ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, സ്മെല്ല് ചെയ്ത സമയത്ത് എനിക്ക് ഇതാണ് കുറച്ചും കൂടിയും ഒരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്മെൽ വൈസ് കേട്ടോ. ഓക്കെ, ഒരു സ്മെൽ വൈസ് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ദിസ് വൺ ആണ്, റൈഹാൻ്റെ ലയൺ ആണ്. ഏതൊക്കെയാണ് നോട്ട്സ് എങ്ങനെയൊക്കെയാണ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞത്, രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണോ, അഫ്നാൻ്റെ 9 PM. ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ട് സ്മെല്ല്. ഓക്കെ, ജസ്റ്റ് ഞാൻ കെമിലടിക്കുന്നുണ്ട്. 3 സ്പ്രേ അടിക്കാം. ഓക്കെ, 3 സ്പ്രേ. ഓക്കെ, സ്മെല്ലടക്കം ഒന്ന് സെറ്റിലാവട്ടെ. ഓക്കെ, ആ ഒരു ആൽക്കോളിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോട്ടെ. അതിനാണ് ഞാനിങ്ങനെ കുറച്ച് ഒരു നമ്മളിപ്പോൾ ഏത് പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ പോയാലും നിങ്ങൾ സ്പ്രേ ചെയ്ത ഉടനെ എന്ത് ചെയ്ത് ഇതൊരിക്കലും സ്മെല്ല് ചെയ്യാൻ പാടില്ല, സ്നിഫ് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് ഒരു 10-15-20 സെക്കൻഡ് എന്ത് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക. ആ ഒരു ആൽക്കോളിൻ്റെ ഒരു ഓവർ സിന്തറ്റിക് ഫ്രാഗ്രൻസ് ഉണ്ടാവും, അതൊന്നാണ് പോയി കിട്ടാൻ. ഒന്ന് പോയി കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രാഗ്രൻസിൻ്റെ കറക്റ്റ് സ്മെല്ല് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പ് ഊരിന് ശേഷം ഇങ്ങനെ സ്മെല്ല് ചെയ്യുന്നത്. അങ്ങനെ സ്മെല്ല് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്പ്രേ അടിച്ചിട്ട് ഇവിടെ കുറച്ച് അതിൻ്റെ ഒരു സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അതെന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു ആൽക്കോളൊക്കെ പോയിട്ട് പക്ക ഒരു ഓയിൽ, അതിൻ്റെ പക്ക ഒരു എക്സാക്ട് സ്മെല്ല് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ അടിച്ചാൽ കിട്ടും. ഇപ്പോൾ ഈ ജെർമി ഫ്രാഗ്രൻസ് ഒക്കെ ഇങ്ങനെ അടിച്ച് അപ്പം തന്നെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരു പ്രോപ്പർ മെത്തേഡല്ല. മാത്രമല്ല, അങ്ങനെ ഇതിലോട്ട് നമ്മൾ ഈ ടോപ്പിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഇരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് തുരുമ്പൊടിക്കാനും ആ ബോട്ടിൽ കേട് വരാനൊക്കെ കാരണമാകും. ഓക്കെ, അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. പുള്ളീൻ്റെ ഒരു ഇതിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ 9 PM, എൻ്റെ റൈറ്റിൽ 9 PM പഠിച്ചിട്ടുണ്ട്, എൻ്റെ ലെഫ്റ്റിൽ ഇതും റൈഹാനും. ഇപ്പോൾ ഇതിലുണ്ടല്ലോ, ഇതിൽ ആ ഒരു മിൻറ്റ്, ഇതിൻ്റെ ഫ്രാഗ്രൻസ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഓവറോൾ തീം വരുന്നത്, ഈ റൈഹാന് അറിയപ്പെടുന്നത് നമ്മുടെ JPG അൾട്രാമെയിൽ, ജിബോ ഗുൾട്ടിയർ അൾട്രാമെയിലിലെ ഒരു ക്ലോൺ ആക്കിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് റൈഹാന്. ഓക്കെ, ഈ ഫ്രാഗ്രൻസ് വരുന്നത് നല്ലൊരു ഫ്രഷ് ഫ്രൂട്ടി വനില തീമിൽ വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇത് നിങ്ങൾക്ക് നൈറ്റിൽ ഉപയോഗിക്കാം, അതുപോലെ വിൻ്ററിൽ, മൺസൂൺ സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രാഗ്രൻസ് ആണ്. സമ്മറിൽ ഓക്കെ ആണ് ഉപയോഗിക്കാം, പക്ഷേ ഓവർ പെർഫോമൻസ് ഒന്നും സമ്മറിൽ കിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരു നൈറ്റ് വെയർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഈവനിങ് ക്ലബിങ്, അതുപോലെ വിൻ്ററിൽ, മൺസൂണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ് റൈഹാൻ്റെ ലയൺ. മാത്രമല്ല, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഒരു മെൻ ആൻഡ് വുമണ്ണൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. യൂണിസെക്സ് ആയിട്ടൊക്കെ ഈ സാധനം യൂസ് ചെയ്യട്ടെ, കാരണം ഇത് അത്ര പക്ക ഒരു മെൻലി ടൈപ്പ് അല്ല. കാരണം ഇതിൽ വെനില വരുന്നുണ്ട്, ലാവൻഡർ, മിൻറ്റ്, ഫ്രഷ്, ആ ഒരു ഫ്രഷ് ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ്. അതുകൊണ്ട് ഇത് യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ലേഡീസിനൊക്കെ ഉപയോഗിക്കുക. അതുപോലെ നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ, അതുപോലെ ജിമ്മ്, ഡെയിലി വെയർ, അതുപോലെ നിങ്ങളൊരു ക്ലയൻറ്റിനൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു VIP ഹോട്ടലുകളൊക്കെ ഡ്രൈവറായിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഇത് സാധനം യൂസ് ചെയ്യും. കാരണം അവർ ഫുൾ ടൈം കാറിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, ഫുൾ യാസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് ദിസ് വൺ. മാത്രമല്ല, ഇത് സ്മെല്ല് അടിപൊളി സ്മെല്ലായതുകൊണ്ട് എടുത്തുള്ള ആളുകളൊക്കെ ചോദിക്കും ഇതേതാണ് ഫ്രാഗ്രൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രാഗ്രൻസ് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ, അവർക്ക് ഒരു ഫ്രാഗ്രൻസ് കിട്ടുമ്പോൾ അവരും എന്താ ഒരു കോൺഫിഡൻ്റ് അവർക്ക് തന്നെ തോന്നും, ഹീ സ്മെല്ലിങ് ഗുഡ്. ഓക്കെ, അപ്പോൾ അവർക്ക് തന്നെ ഒരു പോസിറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ പെർഫ്യൂം ഒന്നും യൂസ് ചെയ്യാതെ ആ ഒരു വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ ആണെങ്കിൽ ആൾക്ക് നമ്മളോട് ഒരു ആൾക്ക് ഒരു ഡിസ്കസ്റ്റിംഗ് ഫീലിംഗ് ആയിരിക്കും. ചില വേർപ്പൊക്കെ നന്നായിട്ട് ഒരു ബാഡ് സ്മെല്ല് വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫ്രാഗ്രൻസ് ആണ് ദിസ് വൺ. ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് ആട്ടോ. ഓക്കെ, മാത്രമല്ല, ഈ ബോട്ടിൽ കണ്ടില്ലേ, ഒരു ലയൻ്റെ മോൾഡിങ് ഞാൻ കൊടുത്തിട്ടുള്ളൊരു ബോട്ടിലാട്ടോ. ഇവിടെ റൈഹാൻ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്, ഇവിടെ റൈഹാൻ്റെ ആ ഒരു കാലിഗ്രഫി, അറബിക് കാലിഗ്രഫി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ല, നല്ലൊരു മോൾഡിങ്. മാത്രമല്ല, ഇത് എടുത്ത് പറയാനുള്ളത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു മാഗ്നറ്റിക്
ക്യാപ്പ്. ദാറ്റ്സ് അമേസിങ്. ഐ ലവ് മാഗ്നറ്റിക് ക്യാപ്പ്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഊരി അടിച്ചതിന് ശേഷം എന്താ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടില്ലേ, അത്രയും നല്ല പവർഫുൾ മാഗ്നറ്റിക്കാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്, ഇത് ഞാനൊരു സമയത്ത് അപ്ലൈ ചെയ്ത സമയത്ത് ഇതിൽ ഓവറായിട്ടുള്ള ആ ഒരു മിൻറ്റിൻ്റെ ഫ്രാഗ്രൻസ്. ഓക്കെ, ഇതിൻ്റെ നോട്ട്സ് ഞാൻ ആദ്യം പറഞ്ഞിട്ട്, ഇതിൻ്റെ നോട്ട്സ് ഓവറോൾ നോട്ട്സ് വരുന്നത് പ്യുവറിൻ്റെ നോട്ട്സ് ഉണ്ട്. ടോപ്പ് നോട്ടിൽ പ്യുവർ, മിൻറ്റ്, ലാവൻഡർ, ബെർഗമോട്ട്. ഓക്കെ, മിഡിൽ നോട്ടിൽ സിനമൺ, ക്ലൈസേജ്, ക്യൂമിൻ വരുന്നുണ്ട്. പിന്നെ ബേസ് നോട്ടിൽ വെനില, ആംബർ, സെഡാർ, പച്ചോളി, ഈ ഒരു തീമാണ് വരുന്നത്. ഓക്കെ, അതിൽ നമ്മുടെ അഫ്നാൻ്റെ 9 PM ഇതിൽ ആ ഒരു മിൻറ്റിൻ്റെ നോട്ട്സ് എനിക്ക് നന്നായിട്ട് ഇങ്ങോട്ട് എടുത്ത് കാണിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു എനിക്കിഷ്ടപ്പെടാത്തൊരു ടൈപ്പ് സ്മെല്ലായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു മിൻറ്റ് ഇങ്ങോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അടിക്കണ സമയത്തിട്ടാ. പക്ഷേ ദിസ് വൺ ഇതിൽ ആ ഒരു മിൻറ്റിൻ്റെ നോട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓവറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പകരം ആ ഒരു ഫ്രഷ് വിത്ത് ലെമൺ, ലാവൻഡറിൻ്റെയും ആ ഒരു വെനിലൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഇതിലെടുത്ത് കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ ഐ ലവ് ദിസ് സോ മച്ച്. നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ. ഇതിന് ഏകദേശം നിങ്ങൾ റൈഹാൻ്റെ സൈറ്റിൽ പോയി ഓർഡർ ചെയ്താൽ മതി. അവർ നാട്ടിലൊക്കെ ഈ സാധനം ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തുതരും. ഇത് അവരുടെ സൈറ്റിൽ ഏകദേശം 3000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ പല സൈറ്റിലും പല ഓഫറിലും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് പറയുന്നത് വിൻ്ററിലാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യൽ. വിൻ്ററിൽ, നൈറ്റിൽ, ക്ലബ്ബിൽ, ഡാർക്ക് ആയിട്ടുള്ളൊരു മൂഡി ക്ലൈമറ്റിൽ യൂസ് ചെയ്യുക. എനിക്ക് കിട്ടിയ ലാസ്റ്റിംഗ് 6 to 8 hours പക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മാത്രമല്ല എനിക്ക് ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഞാൻ ഈ ഷോൾഡറിന് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4 സ്പ്രേ ഇവിടെ തന്നെ അടിക്കും. ഓക്കെ, പെട്ടെന്ന് തീർന്നു പോകുന്നില്ല. ഓക്കെ, അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അടിച്ച സ്പോട്ടിൽ 2 അടിക്കും. ഇപ്പം നെക്കിലൊക്കെ ആണെങ്കിൽ 2 അടിക്കും. ഇപ്പോൾ ഈ കോളറിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് അടിക്കുക. 2 സ്പ്രേക്ക് കോളറിൻ്റെ അവിടെ കൊടുക്കുക. കോളർ നല്ല കട്ടിലായതുകൊണ്ട് ഫ്രാഗ്രൻസ് അവിടെ കിടക്കും. ഇവിടെ ഒരു കഫ് ഉണ്ടല്ലോ, ഈ കോളറിൻ്റെ ഉള്ള ഒരു കഫ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ 2 ഡബിൾ സ്പ്രേ അടിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രാഗ്രൻസ് അവിടെ എന്ത് ചെയ്തോളും, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇവിടെ കിടന്നോളും. സാധാ ക്ലോത്ത് മാറില്ല, ഇവിടെ കഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ അടിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ഒന്നും കൂടിയും ഒരു സ്പ്രേ അടിക്കുക, ഡബിളായിട്ട് അടിക്കുക. അപ്പോൾ നന്നായിട്ട് കിട്ടും. അപ്പോൾ ചിലർ പറയും ഇങ്ങനെയൊക്കെ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരൂലെന്ന്. അത്ര പെട്ടെന്ന് തീരൂല. അതിന് ഉദാഹരണം ഇത് കണ്ടില്ല, എൻ്റെ കയ്യിലൊരു ബോട്ടിൽ. ഇത് 2 ml ബോട്ടിലാണ്. ഓക്കെ, ഞാൻ നല്ല രൂപത്തിൽ സ്പ്രേ അടിക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 1 ml എത്ര സ്പ്രേ വരുന്നുണ്ട് നോക്കാം. 1 ml ആകുമ്പോൾ എത്ര സ്പ്രേ ആവുന്നുണ്ട് നോക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. യെസ്, ഏകദേശം 16 സ്പ്രേസ് വരുന്നുണ്ട് 1 ml. ഓക്കെ, ഇതാണ് കേട്ടോ 1 ml. ഏകദേശം 16-17 സ്പ്രേ വരുന്നുണ്ട് 1 ml. ഓക്കെ, ഒരാൾ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10-12 സ്പ്രേ മിനിമം അടിക്കണം. 12 സ്പ്രേയെങ്കിലും മിനിമം അടിക്കണം. ഇത് 100 ml വരുന്നുണ്ട്. ഈ 100 ml 1 ml ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര മന്ത് റൺ ചെയ്യാൻ പറ്റും? 3 മാസം എന്ന് വെച്ചാൽ 90 + 10 ദിവസം കൂടിയും കൂട്ടാം. ഇനി പോട്ടെ, നമ്മൾ ഒരു 12 അല്ലെങ്കിൽ 15 സ്പ്രേ അടിക്കുകയാണെങ്കിൽ 3 മന്ത് പക്കായിട്ട് കിട്ടൂലേ? എനിക്ക് തോന്നുന്നു 3 മന്ത് ഒക്കെ ഇനഫ്. പിന്നെ മാത്രമല്ല, ഒരാൾ ഇപ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു തിയറി എങ്ങനെയാണെന്നോ അറിയില്ല, ഇപ്പോൾ ചിലവരങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരു ഫ്രാഗ്രൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി എന്നോ ഫ്രാഗ്രൻസ് അങ്ങനെ യൂസ് ചെയ്യരുത്. നിങ്ങളുടെ കളക്ഷനിൽ മിനിമം ഒരു 3 ഫ്രാഗ്രൻസുകൾ വേണം. ഇതെന്ത് ചെയ്യുക, ഷഫിൾ ചെയ്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പ്രേ അടിച്ചാൽ പെട്ടെന്ന് തീർന്നു പോകുന്നില്ല. 1 ml വരുന്നുള്ളൂ. ഒരു 10 സ്പ്രേ അടിക്കുകയാണെങ്കിൽ 1 ml ഒക്കെ വരുള്ളൂ. ഓക്കെ, ഇത് ഏകദേശം 16 സ്പ്രേ ഉണ്ട്, 1 ml ആയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പറഞ്ഞത്, നിങ്ങൾ പിശിക്ക് സ്പ്രേ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല രൂപത്തിൽ സ്പ്രേ അടിക്കുക. ഒരു 12 സ്പ്രേ മിനിമം അടിക്കുക, കാരണം ഫ്രഷ് ആണ്. പിന്നെ ഊതൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 6 to 8 അല്ലെങ്കിൽ 5 to 6 അത്ര അടിച്ചാൽ മതി. സ്ട്രോങ് ആയിട്ടുള്ള ഊതാണെങ്കിൽ. ഇതൊരു ഫ്രഷ് ഫ്രൂട്ടിയാണ്. അപ്പം എന്ത് ചെയ്യുക, മാക്സിമം നല്ല രൂപത്തിൽ സ്പ്രേ അടിക്കുക. പെട്ടെന്ന് തീർന്നു പോകുന്നില്ല. 100 ml ബോട്ടിൽ 1 ml വെച്ച് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസം സുന്ദരമായിട്ട് റൺ ചെയ്യാൻ പറ്റും ഈ പെർഫ്യൂംസ് ഒക്കെ. ഓക്കെ, അതാണ് പറഞ്ഞത്. സ്പ്രേ വെൽ, പ്രൊജക്ഷൻ 2 to 3 hours പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റിംഗ് 6 to 8 hours ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. അതിലേറെ കിട്ടാം എന്നർത്ഥ പോലെ.
നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യുക. ഓരോട് തന്നെ രണ്ട് സ്പ്രേ അടിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ലാസ്റ്റിംഗ് കിട്ടും. ഓക്കെ, ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, വിൻ്ററിലുള്ള എക്സ്പീരിയൻസ് പറയട്ടോ. ഒരിക്കലും വിൻ്റർ പെർഫ്യൂം സമ്മറിൽ ഉപയോഗിച്ചിട്ട് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. വിൻ്റർ ഫ്രാഗ്രൻസ് എപ്പോഴും വിൻ്ററിൽ യൂസ് ചെയ്യണം, സമ്മർ ഫ്രാഗ്രൻസ് എപ്പോഴും സമ്മറിൽ യൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു തിയറി എല്ലാവരും മനസ്സിലാക്കുക. ഇതാരെയും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ.